നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്ന പുസ്തകം ജീവിത ചിന്തകൾ, അധ്യായം 11-12. ആത്മവിശ്വാസവും സ്വാതന്ത്ര്യശീലവും. വിഭജനം കൊണ്ടുണ്ടായ കുഴപ്പത്തിന്റെ ഫലമായി എത്രയോ അഭയാർത്ഥികൾ പശ്ചിമ പഞ്ചാബിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിരുന്നു. അവരുടെ കൂട്ടത്തിൽ 12 വയസ്സായ രത്തൻ സിംഗും ആ കുട്ടിയുടെ പിതാവായ മാതാവും ഉണ്ടായിരുന്നു. വളരെ നല്ല നിലയിൽ കഴിഞ്ഞവരാണ് അവർ. രത്തൻ സിംഗിന്റെ അച്ഛനും 2 സഹോദരന്മാരും സഹോദരികളും ലഹളക്കാരുടെ കത്തിക്കിരയായി. വീടും സ്വത്തും വിട്ട് യാതൊന്നും കയ്യിൽ വെക്കാതെ പ്രാണരക്ഷയ്ക്കായി അവർ ഡൽഹിയിലെത്തി. ഗവൺമെന്റ് അഭയാർത്ഥികൾക്ക് കൊടുത്തിരുന്ന സഹായം കൊണ്ട് കുറെ ദിവസം കഴിച്ചുകൂട്ടി. ഉപജീവനത്തിന് വല്ല മാർഗവും തേടണമല്ലോ എന്നായി പിന്നെ ആ സ്ത്രീയുടെ ആലോചന. ഞാനൊരു വഴി കണ്ടിട്ടുണ്ടമ്മേ എന്ന് രത്തൻ സിംഗ് പറഞ്ഞു. അവൻ പഴങ്ങൾ വാങ്ങി നടന്ന് വിൽക്കാൻ തുടങ്ങി. ഒരു ദിവസം പഴവും കൊണ്ട് ഒരു തെരുകന്റെ വീട്ടിൽ കയറി ചെന്നപ്പോൾ, ഞങ്ങൾക്കൊന്നും ആവശ്യമില്ല, ഷാപ്പിൽ നിന്നും വാങ്ങുന്നുണ്ട്, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞയച്ചു. പിറ്റേ ദിവസവും കുട്ടി പഴവും കൊണ്ട് ആ വീട്ടിലേക്ക് പോയി. ഇന്നലെ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് പഴം വേണ്ട എന്ന് വീട്ടിലെ യജമാനൻ കോപത്തോടെ പറഞ്ഞു. ഇന്നലെ കൊണ്ടുവന്നതിനേക്കാൾ നല്ല പഴമാണ്. ഷാപ്പിൽ നിന്ന് വാങ്ങുന്നതിന് പകരം ഇത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ ഞങ്ങൾക്കൊരു സഹായമായിരിക്കും. ഞാനും എൻ്റെ അമ്മയും ലാഹോറിൽ നിന്ന് വന്നവരാണ്. ഇത് വിറ്റിട്ട് വേണം കഴിയുവാൻ എന്ന് കുട്ടി പിന്നെയും അപേക്ഷിച്ചു. ഇത് കൊണ്ടുപോയിക്കോളൂ, പഴമൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വീട്ടുടമസ്ഥൻ 2 റുപ്പിക എടുത്ത് കുട്ടിക്ക് കൊടുത്തു. അത് എനിക്ക് വാങ്ങുവാൻ തരമില്ല, ഭിക്ഷയായി ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങരുതെന്നാണ് അമ്മ എന്നോട് ഉപദേശിച്ചിരിക്കുന്നത്. ഇത് വിറ്റ് അതിൽ നിന്നുണ്ടാകുന്ന ലാഭം കൊണ്ടാണ് ഞങ്ങൾ ചെലവ് കഴിക്കുന്നത് എന്ന് വിനീത ഭാവത്തിൽ കുട്ടി പറഞ്ഞു. കുട്ടി ഇത് പറഞ്ഞപ്പോൾ വീട്ടുകാരന് അവനോട് അനുഭാവം തോന്നി. അനുഭാവം മാത്രമല്ല, ബഹുമാനവും. അന്ന് മുതൽ പതിവായി ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് അയാൾ പഴം വാങ്ങുവാൻ തുടങ്ങി. അതുപോലെ വേറെ ചിലരും. അതിൽ നിന്നുള്ള ലാഭം കൊണ്ട് 2 കൊല്ലത്തിനിടയിൽ കുട്ടിയും അമ്മയും പഴം വിൽക്കുവാനുള്ള ഒരു നല്ല ഷാപ്പ് തുറന്നു. യാചിക്കുവാനല്ല, പ്രയത്നിക്കുവാനാണ് ചെറുപ്പം മുതൽക്കേ ആ കുട്ടി നിശ്ചയിച്ചത്. ഇപ്പോൾ ആ ചെറുപ്പക്കാരൻ ഒരു നല്ല കച്ചവടക്കാരനായി തീർന്നിരിക്കുന്നു. പഠിപ്പുള്ള റിക്ഷക്കാരൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൽക്കത്ത പട്ടണത്തിൽ ഒരാൾ റിക്ഷയിൽ കയറി പോവുകയായിരുന്നു. റിക്ഷക്കാരൻ്റെ സംസാരവും ഭാവം കണ്ടപ്പോൾ അയാൾ ഒരു സാധാരണ റിക്ഷക്കാരനിൽ നിന്ന് യാത്രക്കാരൻ തോന്നി. വിവരം ചോദിച്ചപ്പോഴാണ് ആ യുവാവ് ഉയർന്ന ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് അറിഞ്ഞത്. കോളേജിൽ ഫീസ് കൊടുക്കുന്നതിനും തൻ്റെ ചെലവിനും പണമില്ലാതെ വന്നു. അതുകൊണ്ട് കുറേ നേരം റിക്ഷ വലിച്ച് പണം സമ്പാദിക്കുകയായിരുന്നു അയാൾ. ഈ വിവരമെല്ലാം കേട്ടപ്പോൾ റിക്ഷയിലുണ്ടായിരുന്ന ആൾക്ക് ദയ തോന്നി. യാത്രയുടെ അവസാനത്തിൽ റിക്ഷക്കാരന് 10 റുപ്പികയുടെ നോട്ട് എടുത്തു കൊടുത്തു. ആ റിക്ഷക്കാരൻ അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹത്തിൻ്റെ ദയയ്ക്ക് നന്ദി പറഞ്ഞ് തൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായ 1 റുപ്പിക മാത്രം എടുത്ത് ബാക്കി മടക്കി കൊടുത്തു. ആ ചെറുപ്പക്കാരൻ്റെ ആത്മാഭിമാനത്തിൻ്റെ മുൻപിൽ ആ പണക്കാരൻ താനറിയാതെ തല കുനിച്ചു. പണം നമുക്കെപ്പോഴും ഉണ്ടായി എന്ന് വരില്ല. അതുണ്ടായാലും ഇല്ലെങ്കിലും ആത്മാഭിമാനം സംരക്ഷിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. ബുദ്ധിമുട്ടുമ്പോഴെല്ലാം മറ്റുള്ളവരെ ആശ്രയിക്കുന്ന സമ്പ്രദായം നമ്മുടെ ആത്മാഭിമാനത്തെ നശിപ്പിക്കും. ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ അവർ സന്തോഷത്തോടെ സഹായിച്ചു എന്ന് വരാം. പിന്നെ അവരുടെ നിലയും ഭാവവും മാറും. പണം കിട്ടിയില്ലെന്ന് മാത്രമല്ല, പ്രതീക്ഷിക്കാത്ത മറ്റു ചിലതെല്ലാം കിട്ടിയെന്ന് വരും. ഈ ഗ്രന്ഥകാരൻ്റെ പരിചയത്തിൽപ്പെട്ട ഒരാളുടെ കഥ പറയാം. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. വലിയ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. കുറെ പഠിച്ചതിന് ശേഷം പഠിപ്പ് നിർത്തി പല ജോലിയും നോക്കി. ഒന്നും തുടർന്നു പോകുവാൻ സാധിച്ചില്ല. ഒരു ചെറിയ കച്ചവടം തുടങ്ങി. അത് കുറെ കാലം നടത്തി. അവസാനം അതും പൊളിഞ്ഞു. കുടുംബസ്ഥനായിരുന്ന ആ നിർഭാഗ്യവാൻ കഴിഞ്ഞു കൂടുവാൻ മാർഗമൊന്നുമില്ലായിരുന്നു. തൻ്റെ ഒരു പഴയ സ്നേഹിതന് ഓർമ്മ വന്നു. നല്ല സ്ഥിതിയിൽ ഇരിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. ആ സ്നേഹിതനെ സമീപിച്ച് സഹായത്തിന് അഭ്യർത്ഥിച്ചു. അതുവരെ സൗഹാർദ്ദത്തോടെ സംസാരിച്ചിരുന്ന സ്നേഹിതന്റെ നില അപ്പോൾ മാറി. അവനവന് ചെലവിന് മറ്റുള്ളവരോട് ചോദിക്കരുത്, പണിയെടുക്കുവാൻ വയ്യെങ്കിൽ പട്ടിണി കിടന്ന് ചാകണം എന്ന് സ്നേഹിതൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ യാതൊരു മറുപടിയും പറയാൻ അയാൾക്ക് തോന്നിയില്ല. നിരാശയല്ല അപ്പോൾ അയാളുടെ മനസ്സിലുണ്ടായത്. ഒരു പുതിയ നിശ്ചയം ആ മനസ്സിലുദിക്കുകയാണ് ചെയ്തത്. അവനവൻ്റെ ചെലവിന് മറ്റുള്ളവരോട് ചോദിക്കരുത്, പണിയെടുക്കുവാൻ വയ്യെങ്കിൽ പട്ടിണി കിടന്ന് ചാകണം എന്ന് തന്നെത്താൻ പറഞ്ഞു അയാൾ വീട്ടിലേക്ക് മടങ്ങി. പട്ടിണി കിടന്ന് ചാകുവാൻ ഏതായാലും വിചാരിക്കുന്നില്ല. ചെലവിന് വേണ്ട വക ഉണ്ടാക്കുക തന്നെ ചെയ്യും എന്ന് മനസ്സിലുറച്ചു. പല മാർഗങ്ങളും ആലോചിച്ചു. തനിക്ക് പരിചയമുണ്ടായിരുന്ന ഒരു തുണി കച്ചവടക്കാരനെ സമീപിച്ചു. ദിവസേന കുറേശ്ശെ തുണി തന്നാൽ അത് വിറ്റ് തരാം.
അതിന് വരെ കമ്മീഷൻ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ കാലം തുണി വിറ്റ് ചെലവ് കഴിച്ചു പോന്നു. പിന്നെ സ്വന്തമായ ഒരു ഏജൻസി തുടങ്ങി. അത് ക്രമേണ വളർന്നു വന്നു. അതിനെ തുടർന്ന് ഒരു നെയ്ത്തുശാല തുറന്ന് സ്വന്തമായി തുണി ചരക്കുകൾ ഉണ്ടാക്കുവാൻ തുടങ്ങി. അത് സമ്പത്തിലേക്കും സമൃദ്ധിയിലേക്കും അദ്ദേഹത്തിന് വഴി കാണിച്ചു. തനിക്ക് സഹായം നിഷേധിച്ച സ്നേഹിതന്റെ നേരെ യാതൊരു വെറുപ്പും അദ്ദേഹത്തിന് തോന്നിയില്ല. അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇന്ന് എന്നെ ഈ നിലയിലാക്കിയതെന്ന് അദ്ദേഹം ഈ ഗ്രന്ഥക്കാരനോട് പറഞ്ഞു. അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ തൊണ്ട ഇടറിയിരുന്നു. കണ്ണിൽ വെള്ളം നിറഞ്ഞിരുന്നു. അന്നത്തെ ദാരിദ്ര്യവും ഇന്നത്തെ സമൃദ്ധിയും തമ്മിലുള്ള അന്തരത്തെപ്പറ്റി ആലോചിച്ചിട്ടായിരിക്കാം താൻ അറിയാതെ കണ്ണിൽ വെള്ളം നിറഞ്ഞത്. എത്ര കുഴപ്പമുള്ള സ്ഥിതിയായാലും അതിൽ നിന്ന് കയറുവാനുള്ള ശക്തി നമുക്കുണ്ട്. ഈ പരമാർത്ഥം അറിഞ്ഞിരിക്കുന്ന ജീവിതത്തിൽ നമുക്ക് നേരിടുവാനിടയുള്ള പല പ്രതിബന്ധങ്ങളോടും മല്ലിടുന്നതിനും ധൈര്യമുണ്ടാക്കും. ഇന്ന് ലോകം ഈ നിലയിൽ എത്തിയിട്ടുള്ളത് പ്രതിബന്ധങ്ങളെ വകവയ്ക്കാതെ അവയെ എതിർത്ത് ഉത്സാഹശീലന്മാരുടെ പ്രയത്നം കൊണ്ടാണ്. ഏത് സ്ഥിതിക്കും അവരെ നിരാശരാക്കുവാൻ കഴിയില്ല. ഏത് പ്രതിബന്ധങ്ങൾക്കും മുൻപോട്ട് പോകുന്നതിൽ നിന്നവരെ തടസ്സപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. 4 പ്രാവശ്യം അമേരിക്കയിലെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിന് ഒരു മാറാത്ത രോഗം പിടിപെട്ടു. 35 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയിലെ പൊതുജീവിതത്തിൽ അദ്ദേഹം ഒരു ഉയർന്ന സ്ഥാനം സമ്പാദിച്ചിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് പിള്ളവാതം പിടിപെട്ടത്. 4 കൊല്ലം അത് വിടാതെ അതിനോട് മല്ലിടേണ്ടി വന്നു. എന്നിട്ടും ഉരുക്ക് പട്ടയിട്ട് വടി കൊത്തി നൊണ്ടി നടക്കാനേ അദ്ദേഹത്തിന് സാധിച്ചിരുന്നുള്ളൂ. അതുകൊണ്ടൊന്നും ആ മുഖത്ത് സ്ഫുരിച്ചിരുന്ന പ്രസാദത്തിനും നേരെ മൂക്ക് പറയുന്നതിനും വലിയ കാര്യങ്ങൾ ചിന്തിക്കുന്നതിനും കുറവ് വന്നിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം അളവറ്റതായിരുന്നു. ശുഭപ്രതീക്ഷയും അങ്ങനെ തന്നെ. കഴിഞ്ഞ ലോകമഹായുദ്ധത്തിൽ അംഗഭംഗം വന്ന നിർഭാഗ്യവാന്മാർ ലക്ഷക്കണക്കിനാണ്. അവർ ഒരാളെ പറ്റി ആണ് ഇവിടെ പറയുന്നത്. അയാളുടെ 2 കാലും 2 കൈയും ഒരു ബോംബ് തട്ടി ചെതറിപ്പോയി. തലയും ഉടലും മാത്രം ബാക്കിയായി. അയാൾ മരിക്കാതെ എങ്ങനെ രക്ഷപ്പെട്ടു വന്നത് അയാൾക്കും മറ്റുള്ളവർക്കും മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു അത്ഭുതമായിരുന്നു. കുറെ കാലം ആശുപത്രിയിൽ കഴിച്ചു. തിരിഞ്ഞും മറഞ്ഞും കിടക്കുവാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല. മറന്നു കിടക്കുവാനേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. മുറിവെല്ലാം ഉണങ്ങി ആശുപത്രിയിൽ നിന്ന് പുറത്തു വരേണ്ട സമയമെടുത്തു. അംഗഭംഗം നേരിട്ട് അവശരായ പട്ടാളക്കാർക്ക് ബുദ്ധിമുട്ട് കൂടാതെ കഴിഞ്ഞു കൂടുവാനുള്ള മാർഗങ്ങൾ അമേരിക്കയിലെ ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുത്തിരുന്നു. ഈ നിർഭാഗ്യവാന്റെ പരിതാപകരമായ സ്ഥിതിയെ കേട്ടപ്പോൾ പൊതുജനങ്ങളും വലിയൊരു സംഖ്യ ഭരിച്ച് അദ്ദേഹത്തിന് സംഭാവന ചെയ്തു. അതുകൊണ്ടൊന്നും അയാൾ തൃപ്തിപ്പെട്ടില്ല. മലർന്നു കിടന്ന് മറ്റുള്ളവർ കൊടുക്കുന്ന പണം കൊണ്ട് ചെലവ് കഴിക്കാൻ അയാൾ ഇഷ്ടപ്പെട്ടില്ല. അന്യാശ്രയം കൂടാതെ ഉപജീവനം കഴിക്കുവാനുള്ള മാർഗമാണ് അയാൾ തേടിയത്. കൃത്രിമ പല്ല് വെക്കുന്നത് പോലെയുള്ള കൃത്രിമ കൈയും കൃത്രിമ കാലും വെക്കുവാൻ സാധിക്കും. അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്ത് അത് വിശേഷമായി ചെയ്തു വരുന്നുമുണ്ട്. കൃത്രിമ അവയവങ്ങളുടെ സഹായത്തോടെ എഴുന്നേറ്റ് നിൽക്കുവാനും പല്ല് തേക്കുവാനും ക്ഷൗരം ചെയ്യുവാനും എല്ലാം അയാൾ പഠിച്ചു. അതുകൊണ്ടും തൃപ്തിപ്പെട്ടില്ല. തനിക്ക് വല്ല ജോലിയും വേണമെന്ന് ആഗ്രഹം തുടങ്ങി. കൃഷിപ്പണിക്കായിരുന്നു അയാൾക്ക് മോഹം. കയ്യും കാലും ഇല്ലാത്ത ഒരാൾക്ക് കൃഷി ചെയ്യണമെന്ന മോഹം. കൃഷി ചെയ്യേണ്ടുന്ന സമ്പ്രദായത്തെപ്പറ്റി പല പുസ്തകങ്ങളും അയാൾ വായിച്ചു. പൊതുജനങ്ങൾ കൊടുത്ത പണം കൊണ്ട് ഒരു നിലം വാങ്ങി. അയാൾ ഇരുന്ന് ഓടിക്കുവാൻ പറ്റുന്ന പ്രത്യേക തരത്തിലുള്ള ജീപ്പ് കമ്പനിക്കാർ സമ്മാനമായി കൊടുത്തു. കൃഷിപ്പണിക്ക് പറ്റുന്ന യന്ത്രങ്ങൾ എത്രയെങ്കിലും ഉണ്ടല്ലോ. അവ ഓടിക്കുന്ന സമ്പ്രദായവും അയാൾ മനസ്സിലാക്കി. എന്തിനേറെ പറയുന്നു, അയാളുടെ നിലം ഒരു മാതൃകാ കൃഷിസ്ഥലമായി തീർന്നു. വിളവ് കൂടി, സ്ഥലം വൃത്തിയായി. അതോടുകൂടി അയാളുടെ ആത്മവിശ്വാസവും വർദ്ധിച്ചു. ധൈര്യമുള്ളവനെ ജയമുള്ളൂ, വിശ്വാസമുള്ളവനെ ആശ്വാസം ലഭിക്കുകയുള്ളൂ. അയാൾ കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു? പഠിപ്പിൽ മഹാമോശമായിരുന്നു. ഇപ്പോൾ ആളെത്ര കേവനായി എന്ന് പൊതുജീവിതത്തിൽ ഉയർന്ന സ്ഥാനം സമ്പാദിച്ച ഒരാളെ പറ്റി പറയുന്നത് ഈ ഗ്രന്ഥക്കാരൻ കേട്ടിട്ടുണ്ട്. വാസ്തവം അങ്ങനെ തന്നെയായിരുന്നു. പഠിക്കുമ്പോൾ അയാൾ ക്ലാസ്സിൽ പലപ്പോഴും അവസാനമായിരുന്നു. പരീക്ഷയിൽ ഒന്നിലധികം പ്രാവശ്യം തോറ്റിട്ടുണ്ട്. തൻ്റെ ക്ലാസ്സിലുള്ള മിടുക്കന്മാരായ കുട്ടികളെ കാണുമ്പോൾ എന്തെന്നറിയാത്തൊരു ലജ്ജ അയാൾക്ക് തോന്നിയിരുന്നു. അങ്ങനെ ചെറിയ ക്ലാസ്സിലെ പഠിപ്പ് കഴിഞ്ഞു. ഉയർന്ന വിദ്യാഭ്യാസത്തിന് പോകണമോ എന്നോട് സംശയം വരുന്നു. അച്ഛൻ്റെ നിർബന്ധം കൊണ്ട് പഠിപ്പ് തുടർന്നു. 1-2 പ്രാവശ്യം തോറ്റതിന് ശേഷമാണ് BA ജയിച്ചത്. അതിൽ പിന്നെ ആൾക്കൊരു മാറ്റം വന്നു.
സ്വശക്തിയെ വിശ്വസിക്കുന്ന മനുഷ്യനെ മേൽപോട്ട് കയറുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ശക്തിയിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതെങ്ങനെ ഉണ്ടാകും എന്ന് ഒരു പ്രാസംഗികൻ പറഞ്ഞത് കേട്ടപ്പോൾ അയാളുടെ ജീവിതത്തിന് ഒരു പുതിയ ഉദ്ദേശം ഉണ്ടായി വന്നു. അദ്ദേഹത്തിൽ ഉറങ്ങിക്കിടന്ന ശക്തിയെ അത് ഉണർത്തി. സ്വശക്തിയിൽ വിശ്വാസം ജനിച്ചപ്പോൾ ഒന്നും അസാധ്യമാണെന്ന് എനിക്ക് തോന്നിയില്ല. കുഴപ്പം തോന്നുന്ന കാര്യങ്ങളിൽ എൻ്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ആളുകൾ എന്നെ സമീപിക്കാൻ തുടങ്ങി. വരുന്നവരെ എല്ലാം തൃപ്തിപ്പെടുത്തി അയക്കുന്നതിന് എനിക്ക് കഴിഞ്ഞു. ഒരു ജയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്നാണ് പുഞ്ചിരിയോട് കൂടി അദ്ദേഹം പറഞ്ഞിരുന്നത്. ജനനം കൊണ്ടും പരിസ്ഥിതി കൊണ്ടും നമുക്ക് ചില സ്വഭാവങ്ങൾ കിട്ടിയിട്ടുണ്ടാകും. അവ മാറ്റുവാൻ സാധിക്കില്ലെന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തമാണ്. മനുഷ്യന്റെ ശക്തി മനസ്സിന്റെ ശക്തിയാണ്. മനസ്സിനെ വീണ്ടും വണ്ണം നിയന്ത്രിച്ചാൽ ജീവിതത്തെ നിയന്ത്രിക്കാം. ആദ്യം ചെറിയ കാര്യങ്ങളിൽ പരീക്ഷിച്ചു നോക്കിയാൽ മതി. ഒരു പ്രാവശ്യമല്ല, പിന്നെയും പിന്നെയും തുടർന്ന് പരീക്ഷിച്ചാൽ ഒടുവിൽ ഉണ്ടാവാൻ പോകുന്ന ജയം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. പരേതനായ 6-ാം ജോർജിന് കുട്ടിക്കാലത്ത് വിക്കൽ ഉണ്ടായിരുന്നു. അത് എങ്ങനെയെങ്കിലും മാറ്റണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. വിക്കൽ മാറ്റുവാൻ സാധിക്കുമോ എന്ന് ചിലർ സംശയിച്ചു. സാധ്യമാണെന്ന് വിദഗ്ധന്മാർ ഉപദേശിച്ചു. വിടാതെ പരിശീലനം നടത്തി. 4-5 കൊല്ലം കൊണ്ട് വിക്കലെല്ലാം പോയി വ്യക്തമായി പ്രസംഗിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രസംഗികന്മാരിൽ ഒരു ഉയർന്ന സ്ഥാനം സമ്പാദിച്ച ഡെമോസ്തനീസും ചെറുപ്പകാലത്ത് ഒരു വിക്കനായിരുന്നു അത്രേ. കടൽ തീരത്ത് ചെന്ന് തിരകളെ അഭിമുഖീകരിച്ച് പ്രസംഗം പരിശീലിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് പരിചയമുണ്ടായിരുന്ന ആരോടെങ്കിലും ഡെമോസ്തനീസ് ഒരു കാലത്ത് വലിയ പ്രാസംഗികനായി തീരുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അയാൾ വിശ്വസിക്കുമായിരുന്നില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ വിജയകരമായ പരിശ്രമം ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആത്മവിശ്വാസം വളർത്തിക്കൊണ്ടുവരുവാൻ പരിശീലിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് ഗുണകരമായിരിക്കും. തനിക്ക് അതെല്ലാം സാധിക്കുമെന്ന് വിചാരിക്കുന്ന മനുഷ്യന് അത് ചെയ്യാനും കഴിയും. ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിനുള്ള വഴി ചിന്തിക്കണം, അതിനായി പ്രയത്നിക്കണം. എന്നാൽ അത് സാധിക്കും. ആഗ്രഹം, ആത്മവിശ്വാസം, സ്ഥിരോത്സാഹത്തോടു കൂടിയ പരിശ്രമം, ഇത് മൂന്നും ഒത്തുകൂടുമ്പോൾ വിജയം തന്നെ ഉണ്ടായിക്കൊള്ളും. ഈ ലോകം ഒരു മഹാനിയമത്തിന് വിധേയമാണ്. ചന്ദ്രന്മാരും കോടാനുകൂടി നക്ഷത്രങ്ങളും പുല്ലും പുഴുവും മനുഷ്യനും എല്ലാം ആ നിയമത്തിന് വിധേയങ്ങളാകുന്നു. ജയവും അപജയവും, സുഖവും ദുഃഖവും അതുപോലെ തന്നെ. മറ്റുള്ളവരോട് പരിഭവിച്ചിട്ടോ വിധിയെ ദുഷിച്ചിട്ടോ തലക്കടിച്ചിട്ടോ പ്രയോജനമില്ല. വിജയം കൈവരുത്തണമെങ്കിൽ അതിനുള്ള പരിതസ്ഥിതി മനസ്സിൽ സൃഷ്ടിക്കണം. വലിയ കാര്യങ്ങൾ നേടിയിട്ടുള്ളവരെല്ലാം വലിയ ആത്മവിശ്വാസമുള്ളവരായിരുന്നു. ഹെൻറി ഫോർഡ് തന്റെ മോട്ടോർ കാർ ഉണ്ടാക്കാനുള്ള പരീക്ഷണം നടത്തുമ്പോൾ പലരും അദ്ദേഹത്തെ പരിഹസിച്ചിരുന്നു. എഞ്ചിൻ ഓടുവാൻ തുടങ്ങിയപ്പോൾ സന്തോഷം കൊണ്ട് ഭ്രാന്തനെ പോലെ ഫോർഡ് ഓടിച്ചാടാൻ തുടങ്ങിയത്രേ. ഭൂമി അണ്ഡാകാരത്തിലുള്ളതാണെന്നും അത് സൂര്യൻ ചുറ്റും പോകുകയാണെന്നും ഗലീലിയോ ബലമായി വിശ്വസിച്ചിരുന്നു. അന്നുണ്ടായിരുന്ന വിശ്വാസത്തിന് നേരെ വിപരീതമായ അഭിപ്രായമായിരുന്നു അത്. അത്തരത്തിലുള്ള വിശ്വാസം ജനങ്ങളിൽ പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചതിന് ഗലീലിയോവിനെ പലരും ഉപദ്രവിച്ചു. പക്ഷേ അദ്ദേഹം തന്നെ ഉറച്ച വിശ്വാസത്തെ കൈവിട്ടില്ല. ആ വിശ്വാസത്തിന്മേലാണ് പിന്നെ ശാസ്ത്രം വളർന്നു വന്നത്. കൊളംബസ് പടിഞ്ഞാറേ സമുദ്രം വഴിയായി ഇന്ത്യ കണ്ടുപിടിക്കാൻ പുറപ്പെട്ടപ്പോൾ യൂറോപ്പിൽ പലരും അത് സാധ്യമല്ലെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കൂടെ കപ്പലുണ്ടായിരുന്ന കൂടി കൊളംബസിന്റെ ബ്രാഞ്ചിനെ വഴിപ്പെട്ടതിൽ പശ്ചാത്തപിച്ചു. സ്വരാജ്യത്തിലേക്ക് കപ്പൽ തിരിച്ചില്ലെങ്കിൽ കൊളംബസിനെ സമുദ്രത്തിലെറിയുമെന്നവർ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ടൊന്നും തന്റെ വിശ്വാസത്തിൽ നിന്ന് അണുപോലും അദ്ദേഹം ഇളകിയില്ല. കപ്പൽ നേരെ വിട്ടു. തന്റെ ലക്ഷ്യസ്ഥാനത്ത് കൊളംബസ് എത്തുക തന്നെ ചെയ്തു. പക്ഷേ ഇന്ത്യ കണ്ടുപിടിക്കുന്നതിന് പകരം കണ്ടെത്തിയത് അമേരിക്കയാണെന്ന് മാത്രം. സ്വാതന്ത്ര്യലബ്ധിക്കായുള്ള മഹാത്മാഗാന്ധിയുടെ അക്രമരാഹിത്യ പ്രസ്ഥാനം അർത്ഥശൂന്യമാണെന്നും എത്ര ആളുകൾ ആക്ഷേപിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമാണ് ആ സമയത്ത് വിജയം നേടിയത്. ശിവാജി, നെപ്പോളിയൻ, ഹിറ്റ്ലർ, ലൂതർ, ലിങ്കൺ ഇവരെല്ലാം അവരുടെ അളവറ്റ ആത്മവിശ്വാസത്തിന്റെ ഫലമായി അസാധ്യമാണെന്ന് തോന്നിയ കാര്യങ്ങൾ നേടിയവരാണ്. അവരെപ്പോലെയുള്ള മറ്റനേകം മഹാമനുഷ്യരെയും ചരിത്രത്തിൽ കാണാം. അത്തരം നേട്ടങ്ങൾ അവർക്ക് മാത്രമല്ല സാധിക്കുക, നമുക്കും സാധ്യമാണ്. എന്ത് അത്ഭുത ശക്തിയാണ് നമ്മിൽ ഓരോരുത്തരും ഇരിക്കുന്നത്. ഈ വസ്തുത നാം അറിയാത്തതാണ് അത്ഭുതം. അധ്യായം 12. അതിനായി പ്രാർത്ഥിച്ചു, അതെനിക്ക് സാധിച്ചു.
അതിനായി പ്രാർത്ഥിച്ചു, അതെനിക്ക് സാധിച്ചു. പ്രാർത്ഥനയിൽ തികച്ചും വിശ്വസിക്കുന്ന ഒരാൾ പറഞ്ഞ വാക്കുകളാണ് ഇത്. ദൈവത്തോട് കൂടിയാലോചന നടത്താതെ അദ്ദേഹം ഒരു കാര്യത്തിലും പ്രവേശിക്കുകയില്ല. അതൊരു പതിവായി തീർന്നിരിക്കുന്നു. ഈശ്വരാനുഗ്രഹമുള്ള ആളാണ് എന്ന് അദ്ദേഹത്തെ പറ്റി മറ്റുള്ളവർ പറയുന്നതിന്റെ രഹസ്യം അതാണ്. ആനന്ദപ്രദമായ ഒരു അനുഭവമാണ് ശരിയായ പ്രാർത്ഥന. മനസ്സിനെ ശാന്തി ഉണ്ടാക്കുന്നതിനും നിത്യജീവിതം നിയന്ത്രിക്കുന്നതിനും അതിനുള്ള ശക്തി അളവറ്റതാണ്. ആധ്യാത്മിക ചിന്തയും നിത്യജീവിതവും തമ്മിൽ ബന്ധമില്ലെന്ന് വിചാരിക്കുന്നത് അജ്ഞതയാകുന്നു. വളരെ അടുത്ത ബന്ധമാണ് അവ തമ്മിലുള്ളത്. നാം ജപിക്കുന്ന സമയത്ത് മാത്രം ഈശ്വരനെ വിചാരിക്കുകയും മറ്റുള്ള സമയത്തെല്ലാം ഈശ്വരനെ മറന്ന് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മെ അമ്പരിപ്പിക്കാതിരിക്കില്ല. ജീവിതത്തിൽ നമ്മെ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പോംവഴി കാണുന്നതിന് പ്രാർത്ഥന നമ്മെ സഹായിക്കും. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നത്. സർവ്വവ്യാപിയായ ആ മഹാശക്തിയെ അറിയുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ ആവശ്യം അതാണ്, അതിൻ്റെ ഫലം അത് തന്നെ എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിരുന്നു. ഏത് കുഴപ്പങ്ങളിൽ നിന്നും കരകയറുവാനുള്ള വഴി അത് നമുക്ക് കാണിച്ചു തരും. പ്രായോഗികമാക്കാൻ സാധ്യമല്ലാത്ത വിശ്വാസം കൊണ്ട് വല്ല പ്രയോജനവുമുണ്ടോ? ഒരുവന് നിസ്സാരമെന്ന് തോന്നുന്ന അനുഭവം മറ്റൊരുവന് താങ്ങുവാൻ വയ്യാത്ത ഭാരമായിരിക്കും. മനസ്സിന്റെ ഭാരം ലഘൂകരിക്കുകയാണല്ലോ നമ്മുടെ ആവശ്യം. ഞാൻ നിസ്സാരനല്ലേ, എൻ്റെ പ്രാർത്ഥന കൊണ്ട് എന്ത് കാര്യം എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. സമുദ്രത്തിലെ വെള്ളം വലിയ പാറക്കുന്നിലും മണൽ തരയിലും ഒരുപോലെ തട്ടുന്നു. അതുപോലെ ചെറുതും വലുതും എന്ന ഭേദമില്ലാതെ പരാശക്തി സർവ്വജീവികളുടെയും ജീവിതത്തെ നിയന്ത്രിക്കുന്നു. പ്രാർത്ഥന കൊണ്ട് നമുക്ക് സാധിക്കേണ്ടത് പരാശക്തിയുമായുള്ള ബന്ധത്തെ ബലപ്പെടുത്തുകയാണ്. ഹൃദയം തുറന്നുള്ള പ്രാർത്ഥന അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും സാധ്യമാക്കാതിരിക്കില്ല. അയർലൻഡിലെ വിധവയ്ക്കുണ്ടായ അസാധാരണ അനുഭവത്തെ പറ്റി ഞങ്ങൾ കേട്ടിട്ടുണ്ടോ? അവർ ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം തനിക്കും കുട്ടികൾക്കും ചെലവിന് മാർഗമില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു. ഡബ്ലിൻ പട്ടണത്തിൽ പാർത്തിരുന്ന ആ സ്ത്രീ കടം വാങ്ങിയും വീട്ടു സാമാനങ്ങൾ വിറ്റും കഷ്ടിച്ച് ചെലവ് കഴിച്ചു വന്നു. ഒരു ചെറിയ സംഖ്യ മാത്രമായിരുന്നു വീടിന് വാടക ഉണ്ടായിരുന്നെങ്കിലും അതുപോലും കൊടുക്കുവാൻ ആ പാവപ്പെട്ട സ്ത്രീക്ക് സാധിച്ചിരുന്നില്ല. സംഖ്യ കൂടി വന്നപ്പോൾ വീട്ടുടമസ്ഥൻ ആ സ്ത്രീയുടെ വീട്ടു സാമാനങ്ങൾ ജപ്തി ചെയ്ത് ലേലത്തിന് വെച്ചു. 2-3 ചിത്രക്കണ്ണാടികളും ഒരു മേശയും കസാലയും മാത്രമായിരുന്നു ആകെ വീട്ടു സാമാനങ്ങൾ. നിസ്സഹായായ വിധവ രാത്രി വളരെ നേരം അവിടെ ഉണ്ടായിരുന്ന ഒരു പടത്തിന് മുൻപിലിരുന്ന് പ്രാർത്ഥിച്ചു. അത് യേശു ക്രിസ്തുവിൻ്റെ പടമായിരുന്നു. പിറ്റേന്ന കാലത്ത് സാമാനങ്ങളെല്ലാം വിറ്റ് കഴിയും. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും വേണം. ഞാനും കുട്ടികളും എന്ത് ചെയ്യും? അനാഥയായ എനിക്ക് ആശ്വാസം ഉണ്ടാക്കി തരണേ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാൻ മാത്രമേ ആ സ്ത്രീക്ക് സാധിച്ചുള്ളൂ. ലേല ദിവസം പുലർന്നു. ബെയിലിഫും ആൾക്കാരും അവിടെ എത്തി. സാധനങ്ങൾ ലാഭത്തിൽ വാങ്ങാനുള്ള ഉപഭോഗത്തോടെ പലരും അവിടെ വന്നു ചേർന്നു. ചില ചെറിയ കച്ചവടക്കാരും കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ ചിത്രത്തിലാണ് അവർ കണ്ണുവെച്ചത്. അതിൻ്റെ വില കച്ചവടക്കാർ അറിഞ്ഞിരുന്നു. അതെനിക്ക് വാങ്ങണം എന്ന് അവർ ഓരോരുത്തരും മനസ്സുകൊണ്ട് കൊടുത്തു. ലേലം തുടങ്ങി. ആ ചിത്രത്തിൻ്റെ വിലയും കയറി തുടങ്ങി. പ്രതീക്ഷിക്കുവാൻ വയ്യാത്തൊരു വലിയ സംഖ്യ ആ ചിത്രത്തിന് കിട്ടി. അതിന് നിസ്സാരമായ ഒരു അംശം മാത്രമേ വാടക ബാക്കി തീർക്കുന്നതിന് വേണ്ടി വന്നുള്ളൂ. ശേഷിച്ചത് കുറെ കാലത്തേക്ക് ആ വിധവയ്ക്കും കുട്ടികൾക്കും ചെലവ് കഴിക്കുവാൻ സാധിച്ചുള്ളൂ. ഉള്ളഴിഞ്ഞ പ്രാർത്ഥനയും ആ സ്ത്രീക്കുണ്ടായ അനുഭവവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പറയുവാൻ ആരെങ്കിലും ധൈര്യപ്പെടുമോ? വിഷമഘട്ടത്തിൽ മാതാപിതാക്കന്മാരെയോ സുഹൃത്തുക്കളെയോ നാം ഉപദേശത്തിനും സഹായത്തിനും സമീപിക്കാറില്ലേ? അതുപോലെ പ്രാർത്ഥന മുഖേന ദൈവത്തെ സമീപിക്കുന്നത് ചിലരുടെ നിത്യാനുഭവമാണ്. അവ സമീപിക്കുന്നത് തങ്ങൾക്ക് ഇഷ്ടദേവതകളെ ആയിരിക്കും. സുബ്രഹ്മണ്യനെയോ ശ്രീകൃഷ്ണനെയോ ക്രിസ്തുവിനെയോ ബുദ്ധനെയോ ഏത് മൂർത്തിയെ ആയാലും തിരക്കേടില്ല. നിഷ്കളങ്കമായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ അനന്തശക്തിയുടെ കൂമ്പുകൾ നാം ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു രൂപത്തിലല്ലാതെ പരാശക്തിയെ മനസ്സുകൊണ്ട് കാണുവാൻ സാധാരണ മനുഷ്യന് സാധ്യമല്ല. ഏത് മൂർത്തിയോട് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന വാസ്തവത്തിൽ പരാശക്തിയോടുള്ളതാണ്. തനിക്ക് വേദന ഉണ്ടാക്കുന്ന ഘട്ടങ്ങളിലെല്ലാം സുബ്രഹ്മണ്യ സ്വാമിയെ വെച്ച് പൂജിക്കുന്ന മുറിയിൽ ചെന്ന് വാതിലടച്ച് സമാധാനത്തിനുള്ള മാർഗം കാണിച്ചു കൊടുക്കുവാൻ പ്രാർത്ഥിക്കുന്ന ഒരാളെ ഈ ഗ്രന്ഥകർത്താവിനറിയാം. പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ തൻ്റെ മനസ്സിന് ധൈര്യവും ആശ്വാസവും ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയാറുണ്ട്. ഇത്തരത്തിലുള്ള അനുഭവം പലർക്കും ഉണ്ടായി കാണും. പ്രാർത്ഥനയാണ് വിഷമം പിടിച്ച ഘട്ടങ്ങളിലെല്ലാം തനിക്ക് പുതിയ ശക്തി ഉണ്ടാക്കുകയും പുതിയ മാർഗം കാണിച്ചു തരികയും ചെയ്തിട്ടുള്ളതെന്ന് മഹാത്മാഗാന്ധി പല അവസരങ്ങളിലും തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്.
1912 ഏപ്രിൽ മാസത്തിൽ ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് ആദ്യമായി യാത്ര ചെയ്തിരുന്ന ടൈറ്റാനിക് എന്ന കപ്പൽ മാർഗമധ്യേ പർവ്വതം പോലെയുള്ള ഒരു ഹിമക്കട്ട് തട്ടി പൊളിഞ്ഞ് അറ്റ്ലാന്റിക്കിന്റെ അഗാധത്തിലേക്ക് ആണ്ടുപോയത് വായനക്കാർ കേട്ടിരിക്കാം. അന്നുണ്ടായ ഒരു സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. മിസ്സിസ് ഗ്രേഡി എന്ന ഒരു സ്ത്രീ ലണ്ടനിൽ തന്നെ ഗൃഹത്തിൽ രാത്രി അത്താഴം കഴിഞ്ഞിരിക്കുമ്പോൾ എന്തോ ഒരു വേദന അവരുടെ മനസ്സിനെ ശല്യപ്പെടുത്തുന്നതായി തോന്നി. മനസ്സിന് ആശ്വാസം കിട്ടുവാൻ അവർ മേശപ്പുറത്തുണ്ടായിരുന്ന പ്രാർത്ഥനാ പുസ്തകം എടുത്ത് വായിക്കുവാൻ തുടങ്ങി. അത് പെട്ടെന്ന് താഴെ വീണു. തുറന്നു കിടന്നിരുന്ന ആ പുസ്തകത്തിന്റെ ഒരു ഭാഗത്ത് സമുദ്രയാത്രയ്ക്കായുള്ള പ്രാർത്ഥന എന്ന് കണ്ടു. അത് വായിച്ചപ്പോൾ ആ സ്ത്രീയുടെ മനസ്സിന് അധികം വേദന തോന്നി. അവരുടെ ഭർത്താവ് അപ്പോൾ കപ്പൽ യാത്ര ചെയ്യുകയായിരുന്നു. വല്ല ആവത്തും അദ്ദേഹത്തിന് നേരിട്ടിരിക്കുമോ എന്ന് ഭയപ്പെട്ട് അവർ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. നിറഞ്ഞ കണ്ണീരോടും തുറന്ന ഹൃദയത്തോടും ചെയ്ത ആ പ്രാർത്ഥന 3-4 മണിക്കൂറോളം നീണ്ടു നിന്നു. പുലർച്ചെ 5 മണിയാകുന്നവരെ അത് തുടർന്നു. അപ്പോൾ മനസ്സിന് അല്പം ആശ്വാസം തോന്നി. അങ്ങനെ അവൾ കിടന്നു തുടങ്ങി. കാലത്ത് 8 മണിക്ക് ആ സ്ത്രീയുടെ സഹോദരി ഒരു വർത്തമാന പത്രം കൊണ്ട് മിസ്സിസ് ഗ്രേഡിയുടെ മുറിയിലേക്ക് ഓടിച്ചെന്നു. ടൈറ്റാനിക് സമുദ്രത്തിൽ ആണ്ടുപോയെന്നും രക്ഷപ്രാപിച്ച യാത്രക്കാരുടെ കൂട്ടത്തിൽ അവരുടെ ഭർത്താവിന്റെ പേര് കണ്ടില്ലെന്നും പറഞ്ഞു. അപ്പോഴാണ് രാത്രി മനസ്സിന് വേദന തോന്നാനുള്ള കാരണം മിസ്സിസ് ഗ്രേഡി മനസ്സിലാക്കിയത്. ആദ്യം കിട്ടിയ വർത്തമാനത്തിൽ നിന്ന് തന്റെ ഭർത്താവ് രക്ഷപ്രാപിച്ച വിവരം അറിയാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹം മരിച്ചിട്ടില്ലെന്ന് പിന്നീട് ഗ്രേഡിക്ക് മനസ്സിലായി. മിസ്റ്റർ ഗ്രേഡി മടങ്ങി വീട്ടിൽ എത്തി ആ ഭയങ്കര സംഭവത്തെ പറ്റി ഭാര്യയോട് പറഞ്ഞപ്പോഴാണ് അന്നത്തെ അനുഭവത്തിന്റെ അർത്ഥം അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഗ്രേഡി ടൈറ്റാനിക് കപ്പലിൽ ഒരു യാത്രക്കാരനായിരുന്നുവെന്ന് പറഞ്ഞുവല്ലോ. കപ്പൽ മുങ്ങുവാൻ തുടങ്ങിയപ്പോൾ തന്റെ ഭാര്യയെ ഓർത്ത് അദ്ദേഹം വിലപിച്ചു. അതേ സമയത്താണ് മിസ്സിസ് ഗ്രേഡിക്ക് മനസ്സിൽ വേദന തുടങ്ങിയത്. സമുദ്രത്തിൽ മുങ്ങി മിസ്റ്റർ ഗ്രേഡി മരണത്തിന്റെ വക്തപ്പെട്ട് കഷ്ടപ്പെട്ട സമയത്താണ് സഹിക്കാൻ വയ്യാത്ത മരണവേദന കൊണ്ട് ഭർത്താവിന്റെ രക്ഷയ്ക്കായി മിസ്സിസ് ഗ്രേഡി പ്രാർത്ഥിച്ചത്. കാലത്ത് 5 മണിക്കൂർ തോണിയിൽ കയറി രക്ഷപ്പെടാൻ ഗ്രേഡിക്ക് സാധിച്ചു. ആ സമയത്ത് തന്നെയാണ് മിസ്സിസ് ഗ്രേഡിക്ക് മനഃശാന്തി ലഭിച്ചതും. മിസ്സിസ് ഗ്രേഡിയുടെ പ്രാർത്ഥനയായിരിക്കാം അവരുടെ ഭർത്താവിന്റെ രക്ഷയ്ക്ക് കാരണമായത്. ഈ അനുമാനം യുക്തിക്ക് ചേർന്നല്ല എന്ന് വാദിക്കുന്നവരും ഉണ്ടാകും. എന്താണ് പ്രാർത്ഥന കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്? ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന സർവ്വവ്യാപിയായ ഒരു മഹാശക്തിയുണ്ടെന്ന് നിർവിവാദമാണല്ലോ. കോടാനുകോടി നക്ഷത്രങ്ങളും അകലെ കാണുന്ന സൂര്യനും അടുത്ത് കാണുന്ന ജീവികളും അത്ഭുത സൃഷ്ടിയായ മനുഷ്യനും ആ ശക്തിയുടെ നിയമങ്ങൾക്ക് വിധേയരാണ്. നമ്മിൽ കുടികൊള്ളുന്ന ആത്മാവും ആ മഹാശക്തിയും തമ്മിലുള്ള ബന്ധപ്പെടുത്തുകയാണ് പ്രാർത്ഥനയുടെ ഉദ്ദേശം. ഒടുങ്ങാത്ത ജലശേഖരത്തിൽ നിന്ന് കുഴൽ മാർഗമായി കിണറ്റിലേക്കോ കുളത്തിലേക്കോ വെള്ളം തിരിക്കുന്നത് പോലെയാണ് അനന്തമായ ആ മഹാശക്തിയിൽ നിന്നും വാടി വരണ്ടു കിടക്കുന്ന മനുഷ്യ ഹൃദയത്തിൽ പ്രാർത്ഥന കൊണ്ട് ഉന്മേഷവും ധൈര്യവും സംഭരിക്കുന്നത്. മനസ്സിനെ നിയന്ത്രിക്കാതെ വെറുതെ നാമം ജപിക്കുകയോ സ്തോത്രങ്ങൾ ചൊല്ലുകയോ കുമ്പിടുകയോ ചെയ്യുന്നത് പ്രാർത്ഥനയല്ല. അത്തരത്തിലുള്ള പ്രാർത്ഥനയെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. അതൊന്നും കൂടാതെ വിശ്വം ഭരിക്കുന്ന മഹാശക്തിയെ വിശ്വാസത്തോടെ സമീപിക്കുന്ന നിഷ്കളങ്കമായ മനോവികാരത്തെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതൊന്നും കൂടാതെ നമ്മുടെ അപേക്ഷയുടെ ഫലമായി ദൈവം അനുവദിച്ചു തരുന്ന അനുഗ്രഹങ്ങളാണ് പ്രാർത്ഥനയുടെ ഫലങ്ങളെന്ന് വിചാരിക്കുന്നത് ശരിയല്ല. പ്രാർത്ഥന കൊണ്ട് സാധിക്കുന്നത് അനന്ത ശക്തിയുമായുള്ള നമ്മുടെ ബന്ധം ബലപ്പെടുത്തുകയാണ്. അതിന്റെ ഫലമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മുടെ അനുഭവങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ശക്തി നമ്മിലുണ്ട്. അത് പുറത്തു കൊണ്ടുവരുന്നതിന് പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു. അവരവരുടെ അനുഭവത്തിൽ പെടാത്തത് വിശ്വസിക്കുവാൻ സാധാരണക്കാർക്ക് പ്രയാസമാണ്. ഗ്രന്ഥത്തിൽ വായിച്ചുകൊണ്ട് മാത്രം അതിൽ വിശ്വാസം ഉണ്ടായി എന്ന് വരില്ല. നമ്മിൽ ഒളിഞ്ഞെടുക്കുന്ന ആത്മീയ ശക്തി അതിനെ പ്രായോഗികമായ വിധത്തിൽ നിയന്ത്രിക്കുകയാണ് പ്രാർത്ഥന കൊണ്ട് സാധിക്കുന്നത്. ഈ ഗ്രന്ഥക്കാരുണ്ടായ 2 അനുഭവങ്ങൾ ഇവിടെ വിവരിക്കാം. ഒന്ന് 1924 ആയിരുന്നു. മാതൃഭൂമി പത്രം ആരംഭിച്ച് 1 കൊല്ലം തികഞ്ഞിരുന്നില്ല. പത്രത്തെയും അതിൽ പണിയെടുത്തവരെയും ബാധിച്ച സാമ്പത്തിക കാര്യക്ഷനോട് മലരുന്ന കാലമായിരുന്നു അത്. വീട്ടു ചെലവിനെ യാതൊന്നും കയ്യിലില്ലാതെയും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെയും മനസ്സിൽ തീയും മുഖത്ത് പുഞ്ചിരിയുമായി കഴിഞ്ഞിരുന്ന കാലമായിരുന്നു അത്. ഒരു ദിവസം കാലത്ത് ആഫീസിലേക്ക് പുറപ്പെട്ടപ്പോൾ വൈകുന്നേരം വീട്ടിലേക്ക് വല്ലതും കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെയുള്ള വിചാരം പല ദിവസങ്ങളിലും ഉണ്ടാകാറുണ്ട്. അങ്ങനെ കിട്ടുന്ന മണി ഓർഡർ അപ്പോൾ ഉണ്ടാകുന്ന തീർക്കുന്നതിന് കൂടി മതിയായിരുന്നില്ല. പണം വല്ലതും ഉണ്ടോ എന്ന് ആഫീസിൽ അന്വേഷിച്ചപ്പോൾ അന്ന് കിട്ടിയ മണി ഓർഡർ കടലാസ് വാങ്ങുവാനും തപാൽ മുദ്രയ്ക്കും കൂടി തികഞ്ഞിരുന്നില്ലെന്ന് അറിഞ്ഞു.
ഒന്നും കയ്യിലില്ലാതെ വീട്ടിലേക്ക് മടങ്ങുന്നത് എങ്ങനെയെന്ന് വിചാരിച്ച് കുഴങ്ങുകയായിരുന്നു ഞാൻ. എത്രയും തുച്ഛമായ സംഖ്യയെ എനിക്ക് ആവശ്യമായിരുന്നുള്ളൂ. 4-5 രൂപ ഉണ്ടായിരുന്നെങ്കിൽ കഴിച്ചു കൂട്ടാമായിരുന്നു. 1 രൂപയ്ക്ക് വഴി കാണാതെ നിരാശനായി മറ്റെല്ലാം മറന്ന് കുറെ നേരം അങ്ങനെ ഇരുന്നു. ഉച്ചതിരിഞ്ഞ് തപാലിൽ വന്ന കത്തുകൾ പൊളിച്ചപ്പോൾ ഒരു കവറിൽ 100 രൂപയുടെ ഒരു നോട്ടും ഒരു കത്തും ഉണ്ടായിരുന്നു. വലിയൊരു നിധി കിട്ടിയതുപോലെയാണ് അത് കണ്ടപ്പോഴുള്ള സന്തോഷം. ആ കത്തിലെ ചുരുക്കം ഇതായിരുന്നു: നിങ്ങൾക്ക് പണത്തിന് വളരെ ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞു. നിരാശപ്പെടരുത്. എല്ലാറ്റിനും ദേവി വഴി ഉണ്ടാക്കും. 100 രൂപയോ ഇതൊന്നിച്ച് അടക്കം ചെയ്തിട്ടുണ്ട്. ആവശ്യം നേരിടുമ്പോൾ പണം ഇനിയും ഉണ്ടാകും. അത് അയച്ച ആളുടെ പേര് കത്തിലുണ്ടായിരുന്നില്ല. കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അത് ആരാണെന്ന് അറിഞ്ഞത്. മറ്റൊരു സംഭവം കൂടി പറഞ്ഞു കൊള്ളട്ടെ. ഞാൻ സിംഗപ്പൂരിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന കാലത്തുണ്ടായതാണ്. 1934 ഒരു കടക്കാരൻ എൻ്റെ പേരിൽ കേസ് കൊടുത്ത് വിധി സമ്പാദിച്ചു. ആ സംഖ്യ ഒരു ദിവസം കാലത്ത് 10 മണിക്ക് മുമ്പായി കൊടുത്തു തീർക്കേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നാൽ വലിയ ഉണ്ടാകുമായിരുന്നു. പല മാർഗങ്ങളും നോക്കി, പല വാതിലുകളും മുട്ടി, പല പരിചയക്കാരെ സമീപിച്ചു. യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. തലേ ദിവസം രാത്രി 9 മണി വരെ പരിശ്രമം നടന്നു. പരാജിതനായി വീട്ടിൽ മടങ്ങിയെത്തി കുളിയും കഴിഞ്ഞ് എന്താണ് ഈശ്വര വേണ്ടതെന്ന ആലോചനയോടെ തനിയെ ഒരു സ്ഥലത്തിരുന്നു. അങ്ങനെ ഇരുന്നു ഞാനൊന്നും മയങ്ങി. ഏകദേശം 10 മണിയായപ്പോൾ ആരോ കാണുവാൻ വന്നിരിക്കുന്നു എന്നറിഞ്ഞ് ഞാൻ താഴെ ഇറങ്ങി ചെന്നു. അപ്പോൾ അവിടെ കണ്ടത് എനിക്ക് ആവശ്യമായ സംഖ്യയും കൊണ്ടുവന്നിരിക്കുന്ന ഒരു സുഹൃത്തിനെയാണ്. നന്ദി നിറഞ്ഞ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു വാക്ക് പോലും കുറെ നേരത്തേക്ക് വന്നില്ല. വിവരം കേട്ടു. ഇത് സൗകര്യം പോലെ മടക്കി തന്നാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. ആ പണം കൊണ്ടുവന്ന ആളെയും ഞാൻ സമീപിച്ചിരുന്നില്ല എന്നും ഓർക്കേണ്ടതുണ്ട്. സമയോചിതമായ ആ സഹായം എനിക്ക് ചെയ്തു തരുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ആ മഹാശക്തിയെ ഞാൻ മനസ്സുകൊണ്ട് നമസ്കരിച്ച് വീണ്ടും ഉറങ്ങുവാൻ പോയി. പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അതനുസരിച്ച് ഫലമുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. തൃപ്തികരമായ ഫലമൊന്നും കാണാത്ത അവസരങ്ങൾ എത്രയെങ്കിലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത്ഭുതമായ അനുഭവങ്ങൾ കണ്ടിട്ടുള്ള അവസരങ്ങളും കുറവല്ല. എന്താണ് അതിൻ്റെ കാരണമെന്ന് ആരെങ്കിലും ചോദിക്കുന്നതായാൽ എനിക്കറിയില്ല എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. വാദം കൊണ്ട് തീർച്ചപ്പെടുത്താവുന്ന ഒരു വിഷയമല്ല ഇത്. അനുഭവത്തിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന ഒരു വിശ്വാസമാണ്. മനുഷ്യന്റെ ചുരുങ്ങിയ ബുദ്ധി കൊണ്ട് സർവ്വവ്യാപിയായ ഈശ്വരന്റെ അനന്ത മഹാത്മ്യത്തെ അറിയുവാൻ സാധിക്കാത്തതിൽ ആശ്ചര്യപ്പെടുവാനുണ്ടോ? പ്രാർത്ഥനയ്ക്ക് സ്ഥലവും സമയവും ഓരോരുത്തരുടെയും ഇഷ്ടത്തിനും സൗകര്യത്തിനും അനുസരിച്ചിരിക്കും. എവിടെ നിന്നും ഏത് സമയത്തും പ്രാർത്ഥന നടത്തുവാനുള്ള ശക്തി നമുക്കുണ്ടായിരിക്കണം. അതെല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല. എന്നാൽ ദിവസത്തിൽ ഒരിക്കലെങ്കിലും അതിനായി കുറേ സമയം വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. അതിന് ഏറ്റവും യോജിച്ചത് പ്രഭാതമാണ്. മനസ്സിന് ഉന്മേഷവും ഉത്സാഹവും ഉണ്ടാകുന്ന സമയമാണത്. ദേഹശുദ്ധി ചെയ്ത് നിത്യജോലി ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ പ്രവൃത്തി പ്രാർത്ഥനയായിരിക്കണം. കിടപ്പുമുറിയോ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമോ ആളുകൾ സാധാരണ സഹവസിക്കാറുള്ള സ്ഥലമോ പ്രാർത്ഥനയ്ക്ക് പറ്റിയതല്ല. പ്രത്യേകമായ ഒരു മുറി ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അത് വൃത്തിയായി വെക്കുകയും വേണം. ഇഷ്ടദേവതയുടെ പ്രതിമയോ മഹാത്മാക്കളുടെ ചിത്രങ്ങളോ അതിൽ വയ്ക്കാം. പുതിയ പുഷ്പങ്ങളും ധൂപവും മനസ്സിനെ ശാന്തതയിലേക്ക് തിരിക്കുന്നതിനുള്ള പരിസ്ഥിതി സൃഷ്ടിക്കും. പകയും ശണ്ടയും അസൂയയും ദുർമോഹവുമെല്ലാം മനസ്സിൽ നിന്ന് നീക്കണം. ജീവിതത്തിന്റെ ആന്തരാർത്ഥവും മഹത്തായ ഉദ്ദേശവും നമ്മുടെ മനസ്സിൽ ഒന്നുകൂടി ദൃഢീകരിക്കുന്നതിനുള്ള അവസരമാണിത്. ദിവസത്തെ മറ്റു ജോലികളേക്കാൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് പ്രാർത്ഥനയാണ്. അത് ഓരോരുത്തരുടെയും ഇഷ്ടം പോലെയാവാം. ആവശ്യത്തിനനുസരിച്ച് പ്രാർത്ഥിക്കാം. കുറെ നേരം ധ്യാനത്തിലിരുന്ന് മനസ്സിനെ മാലിന്യത്തിൽ നിന്ന് വിമുക്തമാക്കി അന്നത്തെ കുഴപ്പത്തിനുള്ള പോംവഴി കാണിച്ചു തരാൻ അഭ്യർത്ഥിക്കാം. ഈശ്വരനോട് നമ്മുടെ വിഷമങ്ങളെയും ആവശ്യങ്ങളെയും പറഞ്ഞുകൊണ്ട് അതിനുള്ള പരിഹാരം കാണിച്ചു തരാൻ അപേക്ഷിക്കാം. അത് തന്നെയാണ് പ്രാർത്ഥന. തൻ്റെ നിത്യജീവിതം നിയന്ത്രിക്കുന്നതിന് ഒരാൾ ചെയ്യാറുള്ള പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: എന്ത് അനിഷ്ട സംഭവങ്ങൾ നേരിട്ടാലും ഇച്ഛാഭംഗം ഉണ്ടായാലും എൻ്റെ മനസ്സിൻ്റെ ശാന്തത നശിക്കാതിരിക്കട്ടെ. വേദനയും കഷ്ടതകളും അനുഭവിക്കാനുള്ള മനക്കരുത്ത് എനിക്കുണ്ടാകട്ടെ. അത് മറ്റുള്ളവർക്ക് ഉപദ്രവമായി തീരാതിരിക്കട്ടെ. എൻ്റെ ദുരനുഭവങ്ങൾ കൊണ്ട് മറ്റുള്ളവരോട് എനിക്ക് വെറുപ്പ് തോന്നാതിരിക്കട്ടെ. നേരെ മറിച്ച് എൻ്റെ മനസ്സിന് പക്വതയും ഉണ്ടാക്കുന്നതിന് അത് സഹായമായി തീരട്ടെ. ദയയും അനുകമ്പയും എൻ്റെ മനസ്സിൽ നിന്ന് ഒഴിയാതിരിക്കട്ടെ.
റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ഒരു സുപ്രസിദ്ധ സാഹിത്യകാരനും ഗ്രന്ഥകാരനുമായിരുന്നു. പ്രാർത്ഥന അദ്ദേഹത്തിന്റെ ദിനചര്യയിലെ ഒരു പ്രധാന ഭാഗമായിരുന്നു. മനസ്സിന് നല്ല സന്തോഷമുള്ള സമയമാണെങ്കിലും അതിന് അദ്ദേഹം ദൈവത്തോട് നന്ദി പ്രദർശിപ്പിക്കും. മനസ്സിന് വേദന തോന്നിയിരുന്നുവെങ്കിൽ അത് തീർക്കുന്നതിനായി അദ്ദേഹം പ്രാർത്ഥിക്കും. വളരെ കാലം അദ്ദേഹം ഒരു രോഗിയായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന്റെ മുഖത്ത് എപ്പോഴും കണ്ടെന്ന പ്രസാദവും സന്തോഷവും അദ്ദേഹത്തെ അടുത്ത പരിചയമുണ്ടായിരുന്നവരിൽ ആശ്ചര്യമുണ്ടാക്കിയിരുന്നു. ഉള്ളൊഴിഞ്ഞ പ്രാർത്ഥനയുടെ ഫലമാണ് അതെന്ന് പലരും വിശ്വസിച്ചിരുന്നു. പ്രാർത്ഥനയുടെ ഫലത്തിൽ തന്റെ ഭർത്താവിനുണ്ടായിരുന്ന വിശ്വാസം അളവറ്റതാണെന്ന് സ്റ്റീവൻസന്റെ പത്നി പലപ്പോഴും പറയാറുണ്ടായിരുന്നു. അവനവന്റെ പ്രാർത്ഥനാ രീതി അവനവൻ തന്നെ നിശ്ചയിക്കുകയാണ് ഉത്തമം. അതാത് അവസരത്തിന് യോജിച്ച പ്രാർത്ഥനകൾ തിരഞ്ഞെടുത്ത് തുടർച്ചയായി അത് നടത്തിക്കൊണ്ടിരുന്നാൽ അത് നമ്മിൽ ഉണ്ടാക്കി തീർക്കുന്ന മാറ്റം നമ്മെ തന്നെ അത്ഭുതപ്പെടുത്തും. അനാഥ കുട്ടികൾക്ക് വേണ്ടി ഡോക്ടർ ബെർണാഡോ ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ചിട്ടുള്ള മഹാമന്ദിരത്തെപ്പറ്റി ഞാൻ കേട്ടിരിക്കും. വളരെ കൊല്ലങ്ങൾക്ക് മുമ്പാണ് അത് ആരംഭിച്ചത്. അന്ന് 10-20 കുട്ടികൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇത് ആയിരക്കണക്കായി ബാലന്മാരെ ഡോക്ടർ ബെർണാഡോ ഹോമിൽ പഠിപ്പിച്ചു വരുന്നു. ഇന്ന് ആയിരക്കണക്കായി ബാലന്മാരെ ഡോക്ടർ ബെർണാഡോ ഹോമിൽ പഠിപ്പിച്ചു വരുന്നു. വലിയ ഉദ്യോഗസ്ഥന്മാരും സമുദായ നേതാക്കന്മാരുമായി തീർന്നിട്ടുള്ള എത്രയോ പേർ ഡോക്ടർ ബെർണാഡോവിന്റെ മന്ദിരത്തിൽ നിന്നും വന്നിട്ടുള്ളവരാണ്. അദ്ദേഹത്തിന്റെ ദയാശീലവും വിധേയവിശ്വാസവുമാണ് അത്തരത്തിലുള്ള സ്ഥാപനം ഏർപ്പെടുത്താൻ അദ്ദേഹത്തെ ഉത്സാഹപ്പെടുത്തിയത്. ആരംഭകാലത്ത് തനിക്കുണ്ടായിരുന്ന ഒരു അനുഭവത്തെപ്പറ്റി ബെർണാഡോ പറയുന്നുണ്ട്. ഉടമസ്ഥരില്ലാത്ത നിസ്സഹായരായ 20 കുട്ടികളോളം അദ്ദേഹത്തിന്റെ സദനത്തിലുണ്ടായിരുന്നു. തണുപ്പ് കാലം വന്നപ്പോൾ പുതയ്ക്കുന്നതിന് അവർക്ക് കമ്പിളി ഉണ്ടായിരുന്നില്ല. ലണ്ടനിലെ ഒരു തെരുവിൽ കൂടി ബെർണാഡോ പോകുമ്പോൾ ഒരു ഷാപ്പിൽ കുറേ പഴയ കമ്പിളികൾ ആദായ വിലയ്ക്ക് വെച്ചിട്ടുള്ളത് കണ്ടു. ഇതെന്നെ കുട്ടികൾക്ക് കിട്ടിയാൽ എത്ര നന്നായിരുന്നു എന്ന് വിചാരിച്ച് ആ കമ്പിളിയിൽ നോക്കി ആ ഷാപ്പിന്റെ മുമ്പിൽ ചെന്നു. അത് വാങ്ങുവാനുള്ള പണം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നില്ല. അതൊന്നും അപ്പോൾ ആലോചിച്ചിരുന്നില്ല. കുട്ടികളുടെ സൗകര്യത്തെപ്പറ്റി മാത്രമാണ് അദ്ദേഹം ചിന്തിച്ചത്. ഉടനെ ഷാപ്പിൽ കയറി ചെന്ന് ആ കമ്പിളികളെല്ലാം തന്റെ മേൽവിലാസത്തിൽ അയക്കുവാൻ ഏൽപ്പിച്ചു. കുട്ടികൾ പാർപ്പിച്ചിരുന്ന സ്ഥലം അദ്ദേഹം മടങ്ങിയെത്തി. പിറ്റേ ദിവസം കമ്പിളി അവിടെ എത്തും. അതൊന്നിച്ച് അതിന്റെ ബില്ലും വരും. അതെങ്ങനെ കൊടുക്കും? പ്രാർത്ഥനയിൽ വലിയ വിശ്വാസം ഉള്ള ആളായിരുന്നു ബെർണാഡോ. രാത്രി വളരെ നേരം ആ പണം ഉണ്ടാക്കുവാനുള്ള മാർഗം കാണിച്ചു തരാൻ അദ്ദേഹം പ്രാർത്ഥിച്ചു. കാലത്തെ എഴുന്നേറ്റ് വീണ്ടും പ്രാർത്ഥിച്ചു. 10 മണിക്ക് തപാൽ വന്ന് കത്തുകൾ നോക്കിയപ്പോൾ ഒരു കവറിൽ ഒരു ചെക്ക് കണ്ടു. ആ കമ്പനിയുടെ കടം തീർക്കുവാൻ ആവശ്യമായതിലധികം സംഖ്യ അതിലുണ്ടായിരുന്നു. അതും കയ്യിൽ വെച്ച് ആഹ്ലാദകരനായ ഡോക്ടർ ബെർണാഡോ പിന്നെയും പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ ഒരു അനുഭവം. എന്നാൽ അത് അളവറ്റ വിശ്വാസത്തിന്റെ ഫലമാണെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. സുപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞനായ വില്യം ജെയിംസ് എഴുതിയ ഒരു പുസ്തകത്തിൽ ദ വെറൈറ്റീസ് ഓഫ് റിലീജിയൻ എക്സ്പീരിയൻസ് പ്രാർത്ഥനയെപ്പറ്റി ഒരു ശാസ്ത്രജ്ഞന്റെ അഭിപ്രായം ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: നിങ്ങൾ എന്നോട് പ്രാർത്ഥനയെക്കുറിച്ച് ചോദിച്ചത് നന്നായി. എനിക്ക് അക്കാര്യത്തിൽ ഒരു ഉറച്ച അഭിപ്രായമാണുള്ളത്. ആദ്യം തന്നെ വസ്തുതകൾ എങ്ങനെ ഇരിക്കുന്നുവെന്ന് നമുക്ക് നോക്കുക. നമ്മുടെ ചുറ്റും ഓരോ ആധ്യാത്മിക പ്രപഞ്ചമുണ്ട്. ആ പ്രപഞ്ചം ഭൗതിക പ്രപഞ്ചവുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ്. ഭൗതിക പ്രപഞ്ചത്തെ നിലനിർത്തി പോരുന്ന ശക്തി ഉണ്ടല്ലോ, ഓരോ ജീവന്റെയും ജീവിതത്തെ നിയന്ത്രിക്കുന്ന ശക്തി. ആ ശക്തി ആധ്യാത്മിക പ്രപഞ്ചത്തിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ ഇടവിടാതുള്ള ഉൾക്കൊള്ളലാണ് നമ്മുടെ ജീവിതത്തിന്റെ താങ്ങ്. ആ ഉൾക്കൊള്ളലിലേക്ക് ഊക്ക് നിരന്തരം ഭേദപ്പെട്ടുകൊണ്ടിരിക്കും. ഭൗതികമായ പോഷണം ശരീരത്തിൽ ചേർന്ന് ലയിക്കുന്നതിന്റെ ഊക്ക് മണിക്കൂർ തോറും മാറിക്കൊണ്ടിരിക്കുന്നില്ലേ? മിക്കവാറും അതേപോലെ. ഇതെല്ലാം അനുഭവത്തിൽ നിന്ന് അറിയാവുന്ന വസ്തുതകളാണ്. നമുക്കുള്ള തെളിവുകളിൽ നിന്ന് അനുമാനിക്കാവുന്ന കാര്യങ്ങൾ. ആ തെളിവാകട്ടെ ഇവിടെ ചുരുക്കി പറയാൻ സാധിക്കാത്തത്രയും സങ്കീർണമാണ്. പിന്നെ നാം ഈ വസ്തുതകളെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? കഴിയുന്നത്ര ആധ്യാത്മിക ജീവിതം ഉൾക്കൊള്ളാൻ നാം പരിശ്രമിക്കണം എന്നത് സ്പഷ്ടമാകുന്നു. അങ്ങനെ ഉൾക്കൊള്ളുന്നതിന് മനസ്സിന്റെ ചില ഭാവങ്ങൾ അനുകൂലമായിരിക്കും. അങ്ങനെ അനുകൂലമാണെന്ന് അനുഭവം കൊണ്ട് തെളിഞ്ഞുള്ള ഭാവം ഏതായാലും അതിൽ നാം മനസ്സിനെ നിർത്തണം. തുറന്ന മനസ്സോട് കൂടി സുദൃഢമായ ആ പ്രതീക്ഷ ഭാവത്തിന്റെ പൊതുവിലുള്ള പേരാണ് പ്രാർത്ഥന.
ആരോട് പ്രാർത്ഥിക്കണം എന്ന് പറയുവാൻ വിഷമമുണ്ട്. അവരവരുടെ ദേവതയോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും നല്ലത്. തൻ്റെ സകല പ്രവൃത്തിയും ദൈവത്തിൻ്റെ സഹായത്തോടും അനുഗ്രഹത്തോടും കൂടിയാണെന്നുള്ള ബോധം ഒരുവന് ധൈര്യം ഉണ്ടാകാതിരിക്കില്ല. ആ ബോധം വളരും തോറും കാര്യങ്ങളുടെ നിർവഹണ ശക്തിയും കൂടി വരും. ആ മനുഷ്യരെന്ന് കരുതി നാം ആരാധിച്ചു വരുന്ന മഹാപുരുഷന്മാരെല്ലാം ഈ അത്ഭുത ശക്തി തങ്ങളിൽ വളർത്തി വന്നവരാണ്. നമുക്ക് കണ്ടറിയുവാൻ പ്രയാസമായ പല ശക്തികളും നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നു. ചിലതെല്ലാം നമുക്ക് അറിയുവാൻ കഴിഞ്ഞെന്ന് വരാം. പലതും നമുക്ക് അജ്ഞാതമായിട്ടാണ് ഇരിക്കുന്നത്. അറിയാൻ കഴിയാഞ്ഞത് അവിടെ നിൽക്കട്ടെ. അതിബുദ്ധിമാനായിരുന്ന മനുഷ്യന് കൂടി അറിയാൻ സാധിക്കുന്നതിനൊരു അതിർത്തിയുണ്ട്. ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്ന ഒരു മഹാശക്തി ഉണ്ടെന്നും അത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണെന്നും പറഞ്ഞാൽ മതി. മറ്റെല്ലാം ആ വിശ്വാസം നിന്ന് ഉളവാകുന്നതാണ്. ആ വിശ്വാസം നമ്മെ സ്വതന്ത്രരാക്കും. വിവേകാനന്ദ സ്വാമി പറയുകയാണ്, നമ്മിൽ ഓരോരുത്തരുടെയും മനസ്സ് മഹാപ്രപഞ്ചത്തിൻ്റെ മനസ്സിൻ്റെ ഒരംശം മാത്രമാണ്. ഓരോ മനസ്സും മറ്റുള്ള മനസ്സുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോ മനസ്സിനും അതെവിടെ ഇരുന്നാലും ശരി, ലോകത്തിൽ ഏത് ഭാഗത്തുള്ള മനസ്സുമായി ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കും. മനസ്സ് സർവ്വവ്യാപിയാണ്. എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും അതുപോലെയുള്ള വേറെ മനസ്സുകളും ആ മഹാമനസ്സിൻ്റെ അംശങ്ങൾ മാത്രമാണ്. സമുദ്രത്തെ തിരമാലകളില്ലേ, ഏതാണ്ട് അതുപോലെ. അമേരിക്കയിലെ ഏറ്റവും പുരാതനമായ ഒരു മതസംഘത്തിൻ്റെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ ഡിസു തൻ്റെ അനുഭവത്തെപ്പറ്റി പറയുകയാണ്. കുറേ കാലം മുൻപ് പലവിധ ശല്യങ്ങൾ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനപ്പെടുത്തിയിരുന്നു. എത്ര ശ്രമിച്ചിട്ടും മനസ്സിന് ആശ്വാസം ലഭിച്ചിരുന്നില്ല. ഒരു ദിവസം ബൈബിൾ തുറന്നു നോക്കിയപ്പോൾ എന്നെ ആകർഷിച്ചത് താഴെ പറയുന്ന വാക്കുകളായിരുന്നു. എന്നെ ഈ ലോകത്തിലേക്ക് അയച്ച ദൈവം എപ്പോഴും എൻ്റെ സമീപത്തുണ്ട്. അദ്ദേഹം എന്നെ ഒരിക്കലും കൈവിടില്ല. അത് വായിച്ചപ്പോൾ എനിക്ക് ഒരു പുതിയ ജീവൻ വന്നതായി തോന്നി. ഞാൻ അത് ഓരോരോ ദിവസവും പല പ്രാവശ്യവും ഉരുവിട്ടിരുന്നു. അതെൻ്റെ വിശ്വാസ പ്രമാണമായി തീർന്നു. അതാണ് പിന്നീട് എൻ്റെ ജീവിതത്തെ നിയന്ത്രിച്ചത്, എൻ്റെ മനസ്സിന് ശക്തിയും സമാധാനവും ഉണ്ടാക്കിയത്. ആരാണ് സ്വതന്ത്രനായ മനുഷ്യൻ? തന്നെ വിശ്വസിക്കുന്നവൻ, തൻ്റെ സഹജീവികളെ സ്നേഹിക്കുന്നവൻ, ജീവിത നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്നവൻ, യാതൊന്നിനെയും ഭയപ്പെടാത്തവൻ, അതെ, ഓരോ ദിവസവും ആഹ്ലാദത്തോടെ തൻ്റെ കൃത്യനിർവഹണത്തിന് പുറപ്പെടുന്നവൻ. എത്ര സാരമില്ലാത്ത ജോലിയും അയാൾ താല്പര്യത്തോടും ഉത്തരവാദിത്വ ബോധത്തോടും നിറവേറ്റുന്നു. ഒരുത്തൻ്റെ മുൻപിലും അയാൾ കുമ്പിടുകയില്ല, ഒരാളെയും അയാൾ നിന്ദിക്കുകയില്ല. സേവയ്ക്ക് വേണ്ടി സ്വാഭാഭിപ്രായം ത്യജിക്കില്ല. സേവനത്തിനുള്ള അവസരങ്ങൾ പാഴാക്കുകയുമില്ല. അതാണ് സ്വതന്ത്ര മനുഷ്യൻ. അത്തരത്തിലുള്ള മനുഷ്യർക്ക് ഈ ലോകത്തെ ഒരു സ്വർഗമാക്കി ഉയർത്തുവാൻ സാധിക്കില്ലേ? എന്തുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും അത്തരത്തിലുള്ള മനുഷ്യരാകുവാൻ ശ്രമിച്ചുകൂടാ? നന്ദി.